ഹലോ, വെൽക്കം ടു രമ്യാസ് ടേസ്റ്റ് ട്രാവൽ. ഇന്നത്തെ റെസിപ്പി ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണേ. 2 ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഉണ്ടായാലും മതി കേട്ടോ. ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആദ്യം തന്നെ ഒരു പാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. പിന്നെ ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും, പിന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരട്ടെ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 4 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവോള ഒന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതെല്ലാവർക്കും അറിയണ കാര്യമല്ലേ. സവോള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പം തന്നെ പാകത്തിന് ചേർത്ത് കൊടുക്കണേ. നമ്മളൊന്ന് അടച്ച് വെച്ച് സവോളയൊക്കെ ഒന്ന് വഴണ്ടി വരാനായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. സവോളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി കേട്ടോ. ഇനി നമ്മളതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം, കോളിഫ്ലവർ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് കിട്ടണം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വാടട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് അതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് മുമ്പ് അതിലേക്ക് പൊടികളൊക്കെ ചേർക്കണം. 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കാശ്മീരി പൊടി, പിന്നെ ചെറിയ സ്പൂണ് മീറ്റ് മസാലപ്പൊടി, പിന്നെ 1 സ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇതൊക്കെ ഒന്ന് ആദ്യം തന്നെ എടുത്ത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഇട്ട് കൊടുത്ത് ആ പൊടികളുടെ മണക്കൊന്ന് മാറി വരട്ടെ കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല. ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അത് കാരണമാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണേ. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടത് ഒന്ന് ഉടച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തോന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചേർക്കേണ്ടത്? കോഴിമുട്ട പുഴുങ്ങിയത് ഇതുപോലെ സ്ലൈസാക്കി വെക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. മുട്ട റോസ്റ്റിനെക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. ചപ്പാത്തിയുടെ കൂടെയും നേർമപ്പത്തിരിയില്ല, ആ പത്തിരിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നൂലപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം, പിന്നെ പൊറോട്ടയുടെ കൂടെയും കഴിക്കാം, എന്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവേ. ഉരുളക്കിഴങ്ങും കോഴിമുട്ടൊന്നും ഉണ്ടാവാത്ത വീടുകൾ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. താങ്ക് യു.